എങ്ങനെ ഇതിനെ എത്തിക്കാം? മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ നനയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിന് മുന്നേ ഉള്ളൊരു മീറ്റില്, മീഡിയന്റെ മീറ്റില്, ലോഞ്ച് ടീസർ ലോഞ്ചിൽ അല്ലെ, മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലിസ്റ്റൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു, എടാ നിന്നെ ഉദ്ദേശിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊളുത്തി, സ്വാഭാവികമായിട്ട് പടക്കം മാല. അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദരലി വിളിക്കും, എത്ര തവണ വിളിച്ചു രാത്രി? 4 തുരുതുരാവിളി. ഞാൻ പറഞ്ഞു എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല. അല്ലല്ലല്ല, ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോടാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റ് വർക്കാവാത്ത ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാൻ സ്റ്റോർ ചെയ്ത് തുടങ്ങി, ഞാൻ യാത്ര ചെയ്താന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ ആളിന്ന് രാവിലെ തന്നെ വിളിച്ചു, അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമല്ല കേട്ടോ, കഴിഞ്ഞല്ലോ. വേറെ ആരുമില്ല, അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. കൃത്യമായി എന്തിന് BBC അടക്കം, ABC ഒഴിച്ച് BBC അടക്കം എന്ത് ചെയ്തു? ലിസ്റ്റൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് എവിടെയോ എത്തി അതിന്റെ ഒരു. അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരലി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ